നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പദ്ധതികളുമായി വിളയൂർ പഞ്ചായത്ത്. വികാസ് എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ലോഗോ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്തു. ഇതോടൊപ്പം പ്രതിഭാ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ SSLC +2 ഉന്നത വിജയികൾക്കാണ് അനുമോദനം ഒരുക്കിയത്. ഇതോടൊപ്പം വിളയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പ്രൊജക്ടുകളുടെ ലോഗോ പ്രകാശനവും നടന്നു. ചടങ്ങിലേക്കെത്തിയ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീനെ NCC അകമ്പടിയോടെയാണ് സ്റ്റേജിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. തുടർന്ന് നടന്ന ചടങ്ങിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന വികാസ് പദ്ധതിയുടെ ലോഗോ പ്രകാശനം മന്ത്രി നിർവഹിച്ചു. നാടിന്റെ കൂട്ടായ പരിശ്രമമാണ് വിദ്യാഭ്യാസ മേഖലയെ ഇന്നത്തെ പുരോഗതിക്ക് കാരണമായിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ തങ്ങളുടെ പ്രവർത്തികൾക്കപ്പുറം സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള പരിപാടികളെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ഓർമ്മപ്പെടുത്തി. നന്നായി പഠിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്കാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ സ്ത്രീകൾക്ക് വലിയ സന്തോഷത്തിലാണ്. എന്താ കാരണം? ഇത് നമ്മുടെ നാട്ടിലെ KSRTC ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. അതുപോലെ അത് ഗവൺമെന്റിന്റെ പുതിയ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. എന്നതുപോലെ പുതിയ ഗവൺമെന്റ് തുടക്കം കുറിച്ച് മറ്റൊരു പദ്ധതി, അതൊരു സ്കൂളിൽ വെച്ചാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്തത്. അതെന്താ? ഇപ്പൊ TV കാണാറുണ്ടോ? വാട്സപ്പ് നോക്കും, സോഷ്യൽ മീഡിയകൾ കാണും. പക്ഷെ കുറച്ച് പൊതുകാര്യങ്ങൾ കൂടി നോക്കണം. സിവിൽ സർവീസ് പരീക്ഷയിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചപ്പോ ഓറൽ എക്സാമിൽ കുട്ടി ഉദ്യോഗാർത്ഥി മറുപടി പറഞ്ഞു, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്. അടുത്ത ചോദ്യം വന്നത് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരാണ്. കുട്ടിക്ക് മറുപടി പറയാൻ സാധിക്കില്ല, മൈനസ് മാർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനെ കണ്ടുപിടിച്ച് ആ ഇന്റർവ്യൂ പോകുമ്പോൾ ആ തയ്യാറാക്കി പോയാലോ. പക്ഷെ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരെന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിന് മനസ്സിലാക്കി വെക്കണം, മൈനസ് മാർക്ക് മനസ്സിലായി. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ പലയിടത്തും പിടിമുറുക്കുകയാണ്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം. ഇതിനായാണ് ആഭ്യന്തര വകുപ്പിന്റെ സഹകരണത്തോടു കൂടി പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് തൂഫാൻ. എന്തിനാണ് തൂഫാൻ? മയക്കുമരുന്ന്, രാസലഹരി നമ്മുടെ വിദ്യാലയങ്ങളെ പോലും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന് ലോബിയുണ്ട്. അപ്പൊ അതിനെതിരെ ജാഗ്രത ഉണ്ടാവണം. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. നിങ്ങളൊന്നും ആ വഴിക്ക് പോകില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങളുടെ രക്ഷിതാക്കൾക്കും ഉറപ്പാണ്. പക്ഷേ പലപ്പോഴും പലരും അങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാറുണ്ട്. സൗഹൃദ വലയങ്ങൾ, ചില സാമീപ്യങ്ങൾ, ചില ബന്ധങ്ങൾ ഒക്കെ അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ നിങ്ങളുടെ വീഴ്ത്തിയേക്കാം. അപ്പൊ അതുകൊണ്ട് അതിലും നിങ്ങൾ ജാഗ്രതയുണ്ടാകണം. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീരടി സുധാകരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് മോസിൻ MLA മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബഷിറ സാബിർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മയിൽ വിളയൂർ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ MT അമീർ, ഹുസൈൻ കണ്ടേങ്കാവ്, ചൈതന്യ സുധീർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബഷിറ സാബിർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫരീദ, VM മുസ്തഫ, മറ്റു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു. മികച്ച നേട്ടം കരസ്ഥമാക്കിയവരെയും മികച്ച നേട്ടം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. മോഷ്ടിച്ച ബൈക്കുമായി മറ്റൊരു മോഷണ ശ്രമത്തിനിടെ യുവാവ് പോലീസിന്റെ പിടിയിൽ. നെല്ലായ സ്വദേശി നിയാമുദ്ദീനാണ് കൊപ്പം പോലീസിന്റെ പിടിയിലായത്. മോഷ്ടിച്ച ബൈക്കുമായി മറ്റൊരു മോഷണ ശ്രമത്തിനിടെയാണ് യുവാവിനെ നാട്ടുകാർ പിടികൂടി കൊപ്പം പോലീസിൽ ഏൽപ്പിച്ചത്. ചെർപ്പശ്ശേരി നെല്ലായ പാറക്കൽത്തൊടി നിയാമുദ്ദീനെയാണ് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാൾ.
കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. തിരുവേഗപ്പുറ നെടുങ്കോട്ടൂർ സ്വദേശി മുത്തുവിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന നെടുങ്കോട്ടൂർ സ്വദേശി സുബിന്റെ ബൈക്കാണ് ഇയാൾ മോഷ്ടിച്ചത്. ഈ ബൈക്കുമായി മോഷ്ടാവ് നിയാമുദ്ദീൻ കുൽക്കല്ലൂർ പ്രഭാപുരം നാട്യമംഗലം ഭാഗത്ത് വീട് പണി നടക്കുന്ന സ്ഥലത്ത് കേബിൾ മോഷ്ടിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു. സംശയാസ്പദമായി ഇയാളെ കണ്ട നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബൈക്ക് മോഷ്ടിച്ച വിവരം അറിയുന്നത്. SI നന്ദകുമാറിന്റെ നേതൃത്വ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിലവിൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി 23 കേസിലെ പ്രതിയാണ് ഇയാൾ. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ചാലിശ്ശേരി കല്ലുപുറം റോഡിൽ പാഴ്ചെടികളും മരക്കൊമ്പുകളും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമാകുന്നു. തൃശൂർ പാലക്കാട് ജില്ലാതിർത്തി കൗക്കോട് പാലം മുതൽ ഏകദേശം 300 മീറ്ററിലധികം ദൂരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വളർന്നു നിൽക്കുന്ന പാഴ്ചെടികളും മരക്കൊമ്പുകളും ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. പാഴ്ചെടികൾ വളർന്ന് റോഡിന്റെ വീതി കുറയുന്നതിനാൽ എതിർ ദിശകളിൽ നിന്നും വാഹനങ്ങൾ ഒരേ സമയം എത്തുമ്പോൾ വാഹനയാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരികയും വാക്കുതർക്കങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കാൽനട യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും പാതയിലൂടെ സഞ്ചരിക്കുന്നത് അപകട ഭീഷണിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മഴക്കാലമായതോടെ പാഴ്ചെടികളുടെ വളർച്ച കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. റോഡരികിലെ പുല്ലും കുറ്റിച്ചെടികളും മറ്റും അധികൃതർ അടിയന്തരമായി വെട്ടിമാറ്റി സുരക്ഷിത യാത്രാ സൗകര്യം ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീന് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. പട്ടാമ്പി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി N ഷംസുദ്ദീന് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് E മുസഫ അധ്യക്ഷനായിരുന്നു. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, KP വാപ്പുട്ടി, റഷീദ് തങ്ങൾ, PT മുഹമ്മദ്, CS സാജിദ്, മുസഫ തങ്ങൾ, KM ഷെരീഫ്, TP ഉസ്മാൻ, C അബ്ദുൽ സലാം ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയടക്കം എല്ലാ രംഗത്തും ജനഹിതം അറിഞ്ഞു പ്രവർത്തിക്കുന്ന നയമാണ് UDF സർക്കാരിനുള്ളതെന്ന് മറുപടി പ്രസംഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ സൂചിപ്പിച്ചു. ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് +1 ബാച്ചും അധിക സീറ്റും അനുവദിച്ചു വരികയാണെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അതിന്റെ തുടക്കം കണ്ടാലറിയാം. ഗവൺമെന്റ് വന്ന ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനിച്ചത് ഈ നാട്ടിലെ ഏറ്റവും നിർധനരായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കണം. ഗവൺമെന്റ് ക്യാബിനറ്റിന്റെ ആദ്യത്തെ തീരുമാനം നമ്മുടെ ആശാവർക്കർമാർക്ക് 3000 രൂപ കൂടി നിലവിലുള്ളതിനേക്കാൾ ഓണറേറിയം കൂട്ടിക്കൊടുക്കാനാണ്. ഈ ആശാപ്രവർത്തകരെയാണ് പാട്ടവർക്കികൾ, കൃമികീടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഴയ മന്ത്രിമാർ പരിഹസിച്ചത്. അതുകൊണ്ടാണ് VD സതീശൻ പറഞ്ഞത് അങ്ങനെ തോൽക്കേണ്ടവർ പലതുമുണ്ട്. ജനങ്ങളും അവർക്ക് കടുത്ത ശിക്ഷ നൽകി. പാട്ടവർക്കികൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവരെ ചേർത്ത് പിടിച്ച് 3000 രൂപ കൊടുക്കുകയാണ്. അവരുടെ ഹോണറേറിയത്തിൽ വർധനമുണ്ടാക്കുകയാണ് UDFന്റെ ആദ്യത്തെ പ്രഖ്യാപനം. പിന്നെ അത് അംഗനവാടി ടീച്ചർമാർക്ക്, പാചക തൊഴിലാളികൾക്ക് ഒക്കെ കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതുപോലെ ഇപ്പൊ ഇന്ന് ഇന്ന് നമ്മുടെ സ്ത്രീകളൊക്കെ വലിയ സന്തോഷത്തിലാണ് എല്ലാവരും അല്ലേ. ഇന്ന് രാവിലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രപരമായ തീരുമാനം നടപ്പായി. ആ മനോഹരമായ മുഹൂർത്തം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു. KSRTC ബസ്സുകളിൽ നമ്മുടെ സഹോദരിമാർക്കുള്ള സൗജന്യ യാത്ര ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പൂർത്തിയാക്കുന്നത്. ഇനി അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ, നമ്മുടെ പെൺകുട്ടികൾക്ക്, ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ ഒരു സ്റ്റൈപ്പൻഡ് ലഭിക്കുന്ന പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു ക്ഷേമത്തിന്റെയും പുരോഗതിയുടെയും നാളുകൾ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നു. UDF സർക്കാർ അതിനെല്ലാം നേതൃത്വം നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വായനയും കലാസാംസ്കാരിക പ്രവർത്തനങ്ങളും പുതിയ തലമുറയെ സമൂഹത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ചാലിശ്ശേരി കുന്നത്തേരി പൗർണമി കലാസമിതിയുടെയും TP ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാലയുടെയും വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായനശാലകളിൽ സാധാരണയായി മുതിർന്നവരുടെ സാന്നിധ്യമാണ് കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും കുന്നത്തേരിയിലെ വായനശാലാ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെയും യുവജനങ്ങളുടെയും സജീവ പങ്കാളിത്തം ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രദേശത്ത് പൗർണമി കലാസമിതിയും
ടി.പി. ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാലയും വർഷങ്ങളായി സൃഷ്ടിച്ച സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഫലമാണ് ഈ പങ്കാളിത്തമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വാർഷികങ്ങളിലൊക്കെ 50ഉം 60ഉം കഴിഞ്ഞവരെയാണ് സ്ഥിരമായിട്ട് എല്ലായിടത്തും കാണുന്നത്. ഇവിടെ പക്ഷേ ജെൻസി കുട്ടികളാണ് വളരെ കൂടുതലുള്ളത് എന്നത് വലിയൊരു അഭിമാനം. അത് പൗർണമി കലാസമിതിയും ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാലയും ഈ നാട്ടിലുണ്ടാക്കിയ വലിയൊരു സാംസ്കാരിക മുന്നേറ്റത്തിന്റെ തെളിവായിട്ട് അഭിമാനപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളതിൽ മുക്തകണ്ഠം അഭിനന്ദിക്കും. കുന്നത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ വായനശാല സെക്രട്ടറി കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണനെ രക്ഷാധികാരി കെ കുമാരൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സുധീഷ് കുമാർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രാജൻ മാസ്റ്റർ, സാഹിത്യകാരൻ സുന്ദരൻ മുണ്ട്രക്കോട്, മുത്തലിബ്, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് സമിതി കൺവീനർ EK മണികണ്ഠൻ, കെ ദാസൻ, രക്ഷാധികാരി KA രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി തൃശൂർ രംഗചേതന അവതരിപ്പിച്ച ജീവിതം ലഹരി എന്ന നാടകവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്വാതന്ത്ര്യ സമര സേനാനി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ഭാര്യ കാർത്തിയേനി അമ്മയുടെ വീട്ടിൽ മോഷണം. രാത്രി മുറിയിൽ ഉറങ്ങുന്നതിനിടെ അകത്തു കയറിയ മോഷ്ടാവ് കഴുത്തിലെ സ്വർണമാല വലിച്ചു പൊട്ടിച്ചെടുത്ത് ഓടി രക്ഷപ്പെട്ടു. മോഷണത്തിന്റെ പേടിയിലും ആഘാതത്തിലുമാണിപ്പോൾ 94-കാരിയായ കാർത്തിയേനി അമ്മ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:15 കൂറ്റനാട് ന്യൂ ബസാറിലെ സൗഹൃദ ഭവനിൽ കാർത്തിയേനി അമ്മയുടെ വീട്ടിൽ മോഷണം നടന്നത്. വീടിന്റെ അടുക്കളവാതിൽ തകർത്ത ശേഷം അകത്ത് കടന്ന മോഷ്ടാവ് മുറികളിലെല്ലാം അലമാരകൾ തുറന്നും ബെഡ്ഷീറ്റുകൾ വലിച്ചിട്ടും പരിശോധന നടത്തി. അമ്മയുടെ മരുന്നുകൾ സൂക്ഷിക്കുന്ന കവർ വരെ വലിച്ചിട്ട് പരിശോധന നടത്തിയ കള്ളൻ ഒന്നും ലഭിക്കാതായതോടെ ഉമ്മറ ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. ഈ ഭാഗത്തെ മുറിയിലായിരുന്നു കാർത്തിയേനി അമ്മ ഉറങ്ങിയിരുന്നത്. മുറിയുടെ മുൻവശത്തെ സിറ്റൌട്ടിൽ അമ്മയുടെ മകൻ പ്രേമനും കിടന്നുറങ്ങിയിരുന്നെങ്കിലും ഇതിനരികിലൂടെ പതുങ്ങിയെത്തിയ മോഷ്ടാവ് മുറിയിൽ കടന്ന് ഉറങ്ങുകയായിരുന്ന അമ്മയുടെ കഴുത്തിലെ സ്വർണമാല വലിച്ചു പൊട്ടിച്ച ശേഷം ഓടിമറയുകയായിരുന്നു. അമ്മയുടെ ഉറക്കെയുള്ള അലറിക്കരച്ചിൽ കേട്ട് മുറിക്ക് മുന്നിൽ കിടന്നുറങ്ങിയ മകൻ പ്രേമൻ ഞെട്ടി ഉണർന്നു നോക്കുമ്പോഴേക്കും അടുക്കളവാതിൽ വഴി മോഷ്ടാവ് ഇറങ്ങിയോടുന്ന അവ്യക്തമായ രൂപമാണ് കാണാനായത്. 1.25 പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷണം പോയത്. കിടക്കാറ് സാധാരണ അമ്മ ഒറ്റയ്ക്കല്ലേ വെച്ചിട്ടേ. അപ്പോൾ 10-11 മണി വരെ ഞങ്ങൾ കിടക്കാണ്ട് അവിടെ ഉണ്ടാവുന്നു. 11 മണിക്ക് ശേഷം അമ്മ അവിടെ കിടന്നു, ഞാനിവിടെയും കിടന്നു ഈ വരാന്തയിൽ. അത് കഴിഞ്ഞിട്ട് 2-2:15 ആകുമ്പോഴാണ് ഇത് പൊട്ടിച്ചത്. ഇവിടെ വന്നത് വേറൊരു മടക്കളയിൽ ചെയ്തിട്ടില്ല. ഇതൊക്കെ അലമാരയൊക്കെ തുറന്നിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 2 അലമാരയും തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കിട്ടാണ്ട് വന്നിട്ടപ്പോഴാണ് ഇവിടേക്ക് വന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനിവിടെ കിടക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതാക്കിയോ അതൊക്കെ അറിയില്ല. ഇത് അമ്മ കരയുമ്പോഴാണ് ഞാൻ എണീക്കണത്. എന്നിട്ട് ടോർച്ചെടുത്തിട്ട് ഞാൻ പിന്നാലെ ഓടുക ചെയ്തത്. അപ്പോഴേക്കും ഇയാൾ പോയിരിക്കണത് വഴി കൂടെ. അങ്ങനെ മാല അതിവേഗത്തിൽ വലിച്ചു പൊട്ടിക്കുന്നതിനിടെ ഇവരുടെ കഴുത്തിന് നിസ്സാരമായ പരിക്കേറ്റിട്ടുണ്ട്. മോഷണത്തിന്റെ ഭയവും ആഘാതവും ഇതുവരെയായിട്ടും 94-കാരിയായ കാർത്തിയേനി അമ്മയെ വിട്ടുപോയിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ഭാര്യയാണ് മോഷണത്തിനിരയായ കാർത്തിയേനി അമ്മ. ഹാർട്ട് പേഷ്യന്റായ അമ്മയ്ക്ക് മോഷണത്തിന്റെ ഞെട്ടലിൽ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് ഭാഗ്യം കൊണ്ടാണെന്ന് മാത്രം. വീടിന്റെ അടുക്കള ഭാഗത്തെ വാതിലിന് പഴയ കാലത്തുള്ള മരത്തിന്റെ ലോക്കായതിനാൽ കള്ളന് വാതിൽ എളുപ്പം തുറന്ന് അകത്ത് കയറാനായി. സമീപത്തെ വീടിന്റെ CCTVയിൽ അകത്ത് കയറിയ മോഷ്ടാവ് ചെറിയ വെളിച്ചം ഉപയോഗിച്ച് മകനുറങ്ങുന്നത് നോക്കി ഉറപ്പുവരുത്തുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൂരെയുള്ള ദൃശ്യങ്ങളായതിനാൽ ഇതിൽ മോഷ്ടാവിന്റെ വ്യക്തമായ രൂപം ലഭിച്ചിട്ടില്ല. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ആദ്യം ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പ്രദേശത്ത് മുഴുവൻ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വീടിന്റെ പിറകുവശത്ത് നിറയെ പൊന്തക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. ഈ ഭാഗത്ത് അല്പദൂരം കാട് വകഞ്ഞു മാറ്റി മോഷ്ടാവ് അടുക്കള ഭാഗത്തെത്തിയ വഴി പകൽ ദൃശ്യമായിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും വീട്ടിൽ പരിശോധന നടത്തി. തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയായതിനാൽ മോഷ്ടാവിന് വേണ്ടിയുള്ള തുടരന്വേഷണം തൃത്താല പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ചും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് നിലവിൽ പോലീസ് പരിശോധന പുരോഗമിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആദ്യമായിട്ടാണ്. കാരണം കുറേ വർഷങ്ങളായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അമ്മ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഷോക്ക് നമ്മൾ ഇതുവരെ റിക്കവറി ആയിട്ടില്ല.
അമ്മയ്ക്കിപ്പോഴും ആ ആളേനെ കണ്ടില്ലെങ്കിൽ പോലും ആ പിടിച്ച് വലിച്ച ഷോക്ക് ആ സമയമാകുമ്പോൾ അമ്മയ്ക്ക് ഒരുതരം പേടിയും ഒരു ഞെട്ടലൊക്കെ വരുന്നുണ്ട്. അമ്മ ഇപ്പോഴും ഭക്ഷണം ശരിക്ക് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പോൾ താമസിക്കാൻ മൊത്തത്തിൽ പേടി തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇതില്ലാതെ പെട്ടെന്നുണ്ടായപ്പോൾ അതൊന്ന് അതുകൊണ്ട് മോചനം നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറേ മുന്നേ ചേച്ചി ഇവിടെ താമസിച്ചിരുന്നു. ചേച്ചി ഉള്ളപ്പോഴും ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി നഗരസഭയിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ കൃഷിയോടൊപ്പം കാർബൺ ക്രെഡിറ്റ് പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർമാൻ TP ഷാജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫലവൃക്ഷ കൃഷിയിലൂടെ കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്ന സവിശേഷമായ കാർബൺ ക്രെഡിറ്റ് പദ്ധതിക്കാണ് പട്ടാമ്പി നഗരസഭാ കൃഷിഭവനിൽ തുടക്കമായിരിക്കുന്നത്. കൃഷിയിൽ നിന്നുള്ള ആദായത്തിന് പുറമെ മണ്ണിലെ കാർബൺ അളവ് കണക്കാക്കി കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക ലാഭം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ വരാഹ എന്ന പദ്ധതിയുടെ ഒരു പരിചയപ്പെടുത്തൽ കൂടിയാണ് ഇന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മരങ്ങൾ, പലതരത്തിലുള്ള മരങ്ങൾ, അതായത് ഷോർട്ട് ടൈമിൽ വരുമാനം കിട്ടുന്ന അല്ലെങ്കിൽ ദീർഘകാലം വരുമാനം കിട്ടുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികൾ അവരുടെ കൈവശമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി അവർ സംസാരിക്കുന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. 50 സെന്റ് മുതൽ 5 ഏക്കർ വരെ സ്ഥലത്ത് ഫലവൃക്ഷത്തൈകൾ നടാൻ സൗകര്യമുള്ള കർഷകർക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് ആവശ്യമായ ഫലവൃക്ഷത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്യും. കാർഷിക വനവൽക്കരണത്തിലൂടെയും പുനരുൽപാദന കൃഷിയിലൂടെയും ചെറുകിട കർഷകരെ ആഗോള കാർബൺ വിപണിയുടെ ഭാഗമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന കമ്പനി വരാഹ എന്ന ഏജൻസിയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ കൃഷി ഓഫീസർ TK സീനത്ത് പദ്ധതി വിശദീകരണം നടത്തി. ഹാൻഡ് ഇൻ ഹാൻഡ് ഇന്ത്യ പ്രൊഡക്ട് മാനേജർ അമൃത V കർഷകർക്ക് ക്ലാസ് എടുത്തു. പരുതൂർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നാടിന്റെ അഭിമാനമായി മാറിയ സ്കൂബ ഡ്രൈവർ KV അതുല്യ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മികവ് നേടിയവരെ അനുമോദിച്ചത്. പരുതൂർ പഞ്ചായത്തിന്റെ അഭിമാനമായ ഇന്ത്യയിലെ ആദ്യ സ്കൂബ ഡ്രൈവർ KV അതുല്യ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. സ്വിമ്മിങ് ആണോ ഇഷ്ടം, അല്ലെങ്കിൽ സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇല്ല. നമ്മുടെ നാട്ടിൻപുറത്തുള്ള കുളം, പുഴ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. പാലക്കാട് കടലില്ലാത്ത കാരണം കൊണ്ട് ഒരിക്കലും കടലിലേക്ക് പോകണം അല്ലെങ്കിൽ കടലിലൊരു ജോലി ചെയ്യണം എന്ന് എന്റെ ജീവിതത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. വെള്ളം കാണുമ്പോൾ സ്വിം ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാടുവറമ്പ് സ്കൂളിലാണ് 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പെരുമ്പടിയൂർ സ്കൂളിൽ, അതും കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് സെന്റ് മേരീസിലേക്കാണ്. സോ ഇതിനിടയിൽ എപ്പോഴെങ്കിലും എന്താണ് നിങ്ങളുടെ അംബീഷൻ എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന അപ്പോഴും എനിക്കൊരു പോലീസ് ആവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിവിൽ സർവീസ് കോച്ചിങ് ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇതായിരുന്നു എൻ്റെ അംബീഷൻ. എനിക്ക് എങ്ങനെയെങ്കിലും പോലീസിൽ കയറി പറ്റണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതുപോലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കൊറോണ ബാച്ചായിരുന്നു ഞങ്ങളുടെ. അപ്പൊ ആ സമയത്ത് ഇതുപോലെ ടീച്ചർ ഇതുപോലെ എല്ലാവരും ക്ലാസ്സിലുണ്ട് എന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും. ആ ക്ലാസ്സിൽ ആ പറയുന്ന വിഷയം ഞങ്ങൾ എല്ലാവരും കേട്ടിരുന്നത് തന്നെയാണ്. അത് ഗേൾസ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പുരുഷന്മാരെ കുറച്ചൊരു വിരോധം ഉള്ളതായിരുന്നു. അന്നിട്ടോ ഇന്നില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. സോ
അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവര് ചെയ്യുന്ന ജോലി 3 വർഷമായിട്ട് നമ്മളിങ്ങനെ ഈ പെൺപിള്ളേർ മാത്രം പഠിക്കുന്ന ഒരു കോളേജാണ്, ക്രിസ്ത്യൻ കോളേജാണ്. സോ അധികം ഒരു ഫ്രീഡം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാണ്. അപ്പോ നമുക്ക് ഉള്ള ദേഷ്യം മൊത്തം ഈ പുരുഷ വിഭാഗം ഇങ്ങനെ പറഞ്ഞു തീർക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പോലെ മിസ് പറയുകയും ചെയ്തു, പുരുഷന്മാർ മാത്രം ഉള്ള ഒരു മേഖലയാണ്, സ്ത്രീകളില്ല. എന്തുകൊണ്ട് നിങ്ങൾ ആരും അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതാണ് മേഖല. കുറച്ച് എക്സാമ്പിൾസ് പറയാം. സ്കൂബ ഡൈവിംഗ്, സ്കൈ ഡൈവിംഗ് എന്നൊക്കെ. ശരിയാണ്, 45 പേര് ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കെന്തോ സത്യത്തിൽ ബോറടിച്ചായിരുന്നു ക്ലാസ്. അപ്പൊ എനിക്കൊന്ന് ഈ ഓൺലൈൻ ക്ലാസ്. വായനശാല പ്രസിഡന്റ് AP ശശി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S നിഷ വിജയകുമാർ മുഖ്യാതിഥിയായി. KV അതുല്യ, ഭാരത് സേവാ സമാജ് അവാർഡ് ലഭിച്ച ഡോക്ടർ PV രാമൻകുട്ടി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. SLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികൾക്കും അനുമോദനം നൽകി. വായനശാല സെക്രട്ടറി P സുധീർ, T ശാന്തകുമാരി, M മോഹൻദാസ്, P രമണി, M ലീല, P സുധീഷ്, MT മണികണ്ഠൻ, ഡോക്ടർ ചന്ദ്രശേഖരൻ, P ബീന തുടങ്ങിയവരും പങ്കെടുത്തു. ചാലിശ്ശേരി SCUP സ്കൂളിലെ 2026-27 അധ്യയന വർഷത്തെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ ഉദ്ഘാടനം ചെയ്തു. MISC എഡ്യൂക്കേഷണൽ സൊസൈറ്റി കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ നവാഗതരെ സ്വീകരിച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ അബ്രഹാം യാക്കൂബ് പൂവത്തുമണ്ണിൽ, പ്രധാന അധ്യാപകൻ K മുഹമ്മദ് സൽമാൻ, PTA പ്രസിഡന്റ് PA റഹിയാനത്ത്, റിജിൻ C റിംസൺ, PV മഞ്ജുഷ, ഹന്ന P കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം, കിഡ്സ് കോർണർ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളും നടത്തി. കാറിന്റെ ബോണറ്റിനകത്ത് എഞ്ചിൻ റൂമിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ ഉണ്ടെന്നറിയാതെ ഉടമ കാർ ഓടിച്ചത് 2 കിലോമീറ്ററിലേറെ ദൂരം. മരത്തങ്കോട് സ്വദേശി പ്രണവിന്റെ കാറിന്റെ ബോണറ്റിനകത്തായിരുന്നു പൂച്ചക്കുഞ്ഞുങ്ങൾ അകപ്പെട്ടത്. രാത്രിയിൽ അമ്മ പൂച്ച കുഞ്ഞുങ്ങളെ ബോണറ്റിനകത്ത് കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. ഇതറിയാതെ പ്രണവ് വണ്ടിയുമെടുത്ത് 2 കിലോമീറ്ററോളം പോയപ്പോഴാണ് വാഹനത്തിനുള്ളിൽ നിന്ന് ദയനീയമായ കരച്ചിൽ കേൾക്കുന്നത്. ഉടൻ തന്നെ പ്രണവ് വണ്ടി നിർത്തുകയും വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ എത്തിച്ച 3 പൂച്ചക്കുട്ടികളെയും സുരക്ഷിതമായി പുറത്തെടുക്കുകയുമായിരുന്നു. ബോണറ്റ് തുറന്ന് ഏറെ പരിശ്രമിച്ചാണ് 3 പൂച്ചക്കുട്ടികളെയും പുറത്തെടുക്കാനായത്. വാഹനത്തിന്റെ യന്ത്രഭാഗങ്ങൾക്കിടയിൽ പെടാതെ 3 പൂച്ചക്കുഞ്ഞുങ്ങളെയും രക്ഷിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് വാഹന ഉടമ. നവമാധ്യമ കാഴ്ച. മേലനങ്ങാൻ വലിയ മടിയാണ് ചിലർക്ക്. എന്തെങ്കിലും പണി കൊടുത്താലും നൈസായി ഒഴിവാക്കാനുള്ള വഴിയും അവർ കണ്ടെത്തും. അത്തരമൊരു മടിയനാണ് ഇവിടെ ദൃശ്യത്തിലേക്ക്. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.